ആര്യൻ എന്ന 12ാം ക്ലാസ്സുകാരനെയാണ് കാണാതായത്. 22ാം തീയതി സമരത്തിനെത്തിയിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഷബ്ന ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷബ്ന, ഈ സമരം തീർക്കാനുള്ള നടപടികളിലേക്കും നീക്കങ്ങളിലേക്കും വളരെ വേഗത്തിൽ സർക്കാർ കടക്കുന്നു എന്ന് വ്യക്തമാണ്. മാത്രമല്ല, സർക്കാരിനോട് ഇക്കാര്യത്തിൽ എങ്ങനെ സമരം തീർക്കണം എന്നത് സംബന്ധിച്ച് RSSന്റെ നിർദ്ദേശം കൂടി എത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും സർക്കാരിൻ്റെ തീരുമാനങ്ങൾ വരിക? RSSന്റെ നേതാവ് മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഏതായാലും ഈ വിദ്യാർത്ഥികളുമായി സംവദിക്കണം, ചർച്ച ചെയ്യണം, വിദ്യാർത്ഥികളെ കേൾക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ വന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള ചെറിയ സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ വിദ്യാർത്ഥികൾ ഇന്നും വലിയ ജനക്കൂട്ടം തന്നെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വലിയ സമരം തന്നെ ഇന്നും നടക്കുകയാണ് ഇവിടെ. ഒരു രീതിയിലും ഈ രാജി അല്ലാതെ മറ്റൊരു കോംപ്രമൈസിൽ ഇല്ല എന്ന് തന്നെ വിദ്യാർത്ഥികൾ പറയുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അത്തരം ഒരു ആവശ്യത്തിന് വഴങ്ങിയേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നും സമരം ശക്തം തന്നെയാണ്. ഈ രാവിലെ മുതൽ തന്നെ പോലീസ് കൂടുതൽ ബാരിക്കേഡുകൾ വച്ചിട്ടുണ്ട്. ബാരിക്കേഡുകൾ നിറയ്ക്കുകയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ സേനയും വിന്യസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ഈ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ സംഘടിതരായി അല്ലെങ്കിൽ ഈ ഒരു കൂട്ടമായി എത്തി പലയിടങ്ങളിൽ നിന്നെത്തി മുദ്രാവാക്യം വിളിക്കുകയും അതോടൊപ്പം തന്നെ ഇവർ ശക്തമായി തന്നെ സമരരംഗത്ത് നിൽക്കുകയുമാണുള്ളത്. അവർ ആവശ്യപ്പെടുന്നത് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന കാര്യത്തിലാണ്. മറ്റ് നീക്കുപോക്കുകൾ അല്ലെങ്കിൽ മറ്റ് ഉപാധികളൊന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഈ CJP നേതൃത്വവും അത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. ഇന്നലെയും അത്തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അതായത് അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയ ഡോക്ടർമാർ രണ്ടുപേരെ കാണാനില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ ഒരമ്മ തന്നെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഹർഷൻ, ആ അമ്മ നമ്മളോട് സംസാരിച്ചിരുന്നു. നേരത്തെ വിശദമായി തന്നെ അവർ സംസാരിച്ചു. ഡൽഹിയിലെ ഒരു ബോർഡറിലുള്ള കുടുംബമാണ്. ആ കുടുംബം അച്ഛനും അമ്മയും സഹോദരിയുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരുടെ 12ാം ക്ലാസ്സുകാരനായ മകൻ ആര്യനെ കാണാതായി എന്നാണ് ഈ കുടുംബം പരാതിപ്പെടുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ 22ാം തീയതി ഈ സമരത്തിൽ ഈ പയ്യൻ പങ്കെടുത്തിട്ടുണ്ട്. ആര്യൻ പങ്കെടുത്തു എന്ന് ഇവർ ഉറപ്പ് പറയുന്നുണ്ട്. കാരണം ചില റീലുകൾ ഇട്ടിരുന്നു. ആ റീലിൽ ഇവനുണ്ട്. ഇവന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ, ഈ കുട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഈ റീലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ഈ സമരപന്തലിൽ എത്തി എന്ന് ഇവർക്ക് ഉറപ്പാണ്. പക്ഷെ വീട്ടിൽ നിന്ന് ഒന്നും തന്നെ പറയാതെയാണ് എത്തിയിട്ടുള്ളത്. എവിടെ പോകുന്നു എന്ന് അറിയിച്ചിട്ടില്ല. കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ ഈ സമരത്തിന് പങ്കെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ റീലുമുണ്ട്. ആര്യന്റെ ഫോട്ടോ അടക്കം ഉയർത്തി കാണിച്ചാണ് ഇവർ പലയിടങ്ങളിലും ഇവിടെ അന്വേഷിച്ച് നടക്കുന്നത്. ഈ കുടുംബം 2 ദിവസമായി ഇവിടെ എത്തിയിട്ട് അവർ കരഞ്ഞുകൊണ്ടാണ് ഈ നിലവിളിച്ചുകൊണ്ട് തന്റെ മകനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നൊരാവശ്യവുമായി അമ്മ, അതോടൊപ്പം തന്നെ സഹോദരി, അച്ഛനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ഈ കുട്ടിയെ കാണാനില്ല, ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് വേദിയിൽ അനൗൺസ് ചെയ്തെങ്കിലും അതേക്കുറിച്ച് ഒരു വിവരവും ഇല്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പോലീസ് പക്ഷേ ഇതിൽ ഒരു തീരുമാനവും അല്ലെങ്കിൽ ഒരു അന്വേഷണവും നടത്തുന്നില്ല. പല ആശുപത്രികളിലും, ഈ പരിസരത്തുള്ള പല ആശുപത്രികളിലും ഇവർ അന്വേഷിച്ച് നടന്നു. പക്ഷേ ആ ആശുപത്രി പരിസരത്തൊന്നും ചെന്നിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അത് ആശുപത്രിയിലെ അവസ്ഥ ഇന്നലെ നമ്മൾ തന്നെ ചെന്ന് അന്വേഷിച്ചിരുന്നു. ഇവിടെ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ അന്വേഷിച്ചു. എന്തിന് നമ്മളെന്നല്ല, ഡോക്ടർമാർ അന്വേഷിച്ചിട്ട് പോലും ആശുപത്രിയിൽ നിന്ന് ഒരു വിവരവും ആർക്കും നൽകുന്നില്ല. അപ്പോൾ ഈ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബങ്ങളാണ്. അവർ ചെന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ ചോദിച്ചാലൊന്നും ഒരു മറുപടിയും എവിടെ നിന്നും ലഭിക്കില്ല. അവർ ഏതായാലും ഈ പരിസരത്ത് ഉണ്ട്. അവർ ഈ കുട്ടിയെ അന്വേഷിച്ച് ഇതിൽ നടക്കുന്നുണ്ട്. 22ാം തീയതി ഈ സമരത്തിന് വന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആര്യൻ എന്നാണ് പേര്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ സഹായിക്കണം എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് മീഡിയയ്ക്ക് മുന്നിലൊക്കെ ഇവർ വരുന്നത്. ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് സമരം കൂടുതൽ ശക്തമാകുന്നു. മാത്രമല്ല, അടുത്ത പാർലമെൻറ്റ് മാർച്ചിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഷബ്ന നൽകുന്നത്. ആ കാണാതായ കുട്ടിയുടെ അമ്മയോട് ഷബ്ന നേരത്തെ വിശദമായി സംസാരിച്ചിരുന്നു.